നമസ്കാരം. കർമ്മഫലത്തിൽ കൂടുതൽ വിശ്വാസം തോന്നുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് CPM-ന്റെ അവസ്ഥ കാണുമ്പോഴാണ്. അല്ലെങ്കിൽ തന്നെ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം ഈ ഭൂമിയിൽ നിന്നു തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ CPM-ന്റെ അവസ്ഥ കാണുമ്പോഴും തോന്നുന്നത് അതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി വിജയൻ്റെ ഭരണം, ആ ഭരണത്തിൻ്റെ തണലിൽ അന്തം കമ്മികളും നേതാക്കളുമൊക്കെ നടത്തിയ ഒരു താണ്ഡവം, അവരുടെ എതിരാളികൾക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, കള്ളക്കേസ് കൊടുക്കുക, കയ്യേറ്റം ചെയ്യുക, അങ്ങനെ ഒരിക്കലും നീതീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് ഈ 5 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിൽ നടന്നത്. 3ാം വട്ടവും അധികാരത്തിൽ വരാം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും, വീണ്ടും നമുക്ക് കഴിഞ്ഞ 10 വർഷത്തേതുപോലെ ഇവിടെ അർമാദിക്കാം എന്നുള്ളൊരു മൂഢസ്വർഗത്തിലായിരുന്നു അന്തം കമ്മികൾ ജീവിച്ചത്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു പിണറായി സർക്കാർ ഒരിക്കലും ഇനി അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷേ ഇത്രയധികം കനത്ത പരാജയം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും കനത്ത പരാജയം ഏറ്റുവാങ്ങി ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടുകൂടി പലരും സുരക്ഷിത താവളങ്ങൾ തേടിപ്പോകുന്നുണ്ട്. അതായത് പാർട്ടി നേതൃത്വവുമായുള്ള വിയോജിപ്പ് കാരണം മുതിർന്ന പല നേതാക്കളും TK ഗോവിന്ദനും, V കുഞ്ഞികൃഷ്ണനും, G സുധാകരനും, ആയിഷ പോറ്റിയും, S രാജേന്ദ്രനും ഉൾപ്പെടെയുള്ള, PK ശശിയും ഉൾപ്പെടെയുള്ള പലരും പാർട്ടി വിട്ടുപോയി. എല്ലാവരും മത്സരിച്ചു. അതിൽ ആയിഷ പോറ്റിയും, S രാജേന്ദ്രനും, PK ശശിയും ഒഴികെയുള്ള മറ്റ് 3 പേരും വിജയിച്ചു. ഇതൊക്കെ CPM-ന് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ഈ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ കണ്ണൂരിൽ തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയതൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ കോട്ടയാണല്ലോ കണ്ണൂർ. അവിടെ പോലും ഇപ്പോൾ നേതാക്കൾക്ക് യാതൊരു വിലയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. പിണറായി വിജയനും KK രാഗേഷിനും MV ഗോവിന്ദനുമെതിരെ ഫ്ലെക്സുകളൊക്കെ ഉയരുന്നു. പക്ഷേ ഈ തോൽവികൾ, ഇത്രയും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും ചില നേതാക്കൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിൻ്റെ അന്നേ ദിവസം വൈകുന്നേരമാണ് പാലക്കാട്ട് രമേഷ് പിഷാരടിയുടെ റോഡ് ഷോയ്ക്കിടയിൽ DYFIക്കാർ സംഘർഷമുണ്ടാക്കുകയും പോലീസ് അവരെ പാർട്ടി ഓഫീസിൽ കയറി അടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം പോലീസിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഒക്കെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴും ആ നേതാക്കൾക്കൊന്നും അവർക്ക് ഒരു തിരുത്തലിൻ്റെ പാതയിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് എപ്പോഴും ആ ധാർഷ്ട്യത്തിൻ്റെ, അത് പെട്ടെന്നൊരു ദിവസം എടുത്തു കളയാൻ പറ്റുന്ന ഒന്നല്ല, ആ ധാർഷ്ട്യത്തിൻ്റെ ഒരു പാതയിൽ കൂടി തന്നെയാണ് ഇപ്പോഴും അവർ പോകുന്നത്. പാലക്കാട്ടെ പാർട്ടി ഇപ്പോൾ കടുത്ത പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ പല നിലപാടുകളോടും യോജിക്കാൻ അവിടുത്തെ നേതാക്കൾക്കും അണികൾക്കും ഒന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും 24 പേരാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത്. അവർ എല്ലാവരും രാജിക്കത്ത് നൽകുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന് നേരെയാണ് പാർട്ടിയിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായത്. ജില്ലാ ആസ്ഥാനത്തെ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളും ഉൾപ്പെടെ 24 പേരാണ് ഏരിയ കമ്മിറ്റിക്ക് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. CPM-നെ വെല്ലുവിളിച്ച് കണ്ണൂരിൽ നിന്ന് ജയിച്ച 2 MLA-മാരിൽ ഒരാളെ പങ്കെടുപ്പിച്ച്, അതായത് V കുഞ്ഞികൃഷ്ണനെയോ അല്ലെങ്കിൽ TK ഗോവിന്ദനെയോ പങ്കെടുപ്പിച്ച് ഈ മാസം അവസാനം പാലക്കാട്ട് വിപുലമായൊരു കൺവെൻഷൻ ചേർന്ന് തുടർ നടപടികൾ പ്രഖ്യാപിക്കുമെന്നാണ് ഈ രാജിക്കത്ത് നൽകിയവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും CPM-നെതിരെയല്ല, പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുതന്നെയാണ് തളിപ്പറമ്പിൽ ഗോവിന്ദനും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും പറഞ്ഞത്. പാർട്ടിയോടുള്ള എതിർപ്പല്ല, പാർട്ടി നേതാക്കളോടുള്ള എതിർപ്പാണെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടെ രാജിക്കത്ത് നൽകിയ നേതാക്കളും പറയുന്നത്, പ്രവർത്തകരും പറയുന്നത്. അതായത് ചില നേതാക്കൾ, സജി ചെറിയാൻ, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EN സുരേഷ് ബാബു, ഇങ്ങനെയുള്ള കുറേ നേതാക്കൾ, ഇവരാണ് ഈ പാർട്ടി ഇത്തരത്തിലാക്കുന്നത്. സാധാരണ അല്പമെങ്കിലും മാന്യതയും മര്യാദയുമുള്ള പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് പോകണം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വേണം എന്നാഗ്രഹിക്കുന്ന, ചെങ്കൊടിയെയും കമ്മ്യൂണിസത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പല സഖാക്കന്മാരുമുണ്ട്. അവരാണ് ഈ പറയുന്ന ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ഈ സജി ചെറിയാനെയും ഈ സുരേഷ് ബാബുവിനെയും പോലെയുള്ള കുറേ പേർ ഈ പാർട്ടിയിൽ കടന്നുകയറി, VI മധുസൂദനെയും പോലെയുള്ള കുറേ പേരൊക്കെ ഈ പാർട്ടിയിൽ കടന്നുകയറി ഈ പാർട്ടിയെ മലീമസമാക്കിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് CPM ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാംഗവുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പോയിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിൻ്റെ സഹോദരിയും വെണ്ണക്കര ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സെലീന ബേബി, ഒതുങ്ങോട് ബ്രാഞ്ച് സെക്രട്ടറി R രമേശ്, ഇവരൊക്കെ ഏരിയ കമ്മിറ്റിക്ക് രാജിക്കത്ത് നൽകിയത്. ജില്ലാ സെക്രട്ടറിയുടെ അധിക്ഷേപം പതിവാണെന്നും തൻ്റെ ഔദാര്യം കൊണ്ടാണ് മറ്റുള്ളവർ ഈ പാർട്ടിയിൽ തുടരുന്നത് എന്നുമുള്ള ഏകാധിപത്യ മനോഭാവമാണ് സെക്രട്ടറിക്കെന്നുമൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. വർഗീയ മനോഭാവമുണ്ടെന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് CPM ജില്ലാ സെക്രട്ടറി ശാസിച്ചതിനെ തുടർന്ന് പാർട്ടി വിടുന്നതായി ഈ അബ്ദുൾ ഷുക്കൂർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് ഇടപെട്ട് പിന്നെ അയാളെ തിരിച്ചെത്തിക്കുന്ന ഒരു
നടപടി ഉണ്ടായിരുന്നു. പിന്നീട് ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ പതിവായി തന്നെ ആക്ഷേപിക്കുന്നതായാണ് അബ്ദുൾ ഷക്കൂറിൻ്റെ ആരോപണം. ഈ സുരേഷ് ബാബു ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. ഈ അബ്ദുൾ ഷക്കൂർ പാർട്ടി വിട്ടതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ 24 പേർ കൂട്ടരാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ അബ്ദുൾ ഷക്കൂറിൻ്റേത് പാർട്ടി വിരുദ്ധ നിലപാടാണെന്നും നിലവിൽ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നുമാണ് CPM-ൻ്റെ നേതൃത്വം പറയുന്നത്. 24 പേരുടെ രാജി ഉൾപ്പെടെ എല്ലാ വിഷയവും നേതൃത്വം ചർച്ച ചെയ്യുമെന്നുമാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ CPM ജില്ലാ സെക്രട്ടറി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. CPM-ൽ നിന്ന് പുറത്താക്കിയ PK ശശിയും ഷുക്കൂറിൻ്റെ നിലപാടിനെ പിന്തുണച്ചിരുന്നു. PK ശശി ഉൾപ്പെടുന്ന ജില്ലയിലെ CPM വിമതരുടെ കൂട്ടായ്മയായ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടുമായി യോജിച്ച് പ്രവർത്തിക്കുമോ എന്നതിലുൾപ്പെടെ കൺവെൻഷന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് ഈ പാർട്ടി വിട്ടവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് പാലക്കാട്ടെ മാത്രം കാര്യമാണ്. അവിടെ ചുമതലയുണ്ടായിരുന്ന നേതാക്കളാണ് ഇപ്പോൾ 25 പേർ പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. സമാനമായിട്ടുള്ള സംഭവം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ പൊട്ടിത്തെറികൾക്ക് കളമൊരുങ്ങുകയാണ്. എന്തായാലും ഈ സജി ചെറിയാനെയും EN സുരേഷ് ബാബുവിനെയും VI മധുസൂദനെയും പോലെയുള്ളവരെ വെച്ചുകൊണ്ട് ഇനി പാർട്ടിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവരാണ് ഈ പാർട്ടിയിലെ പുഴുക്കുത്തുകൾ. പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള PK ശ്യാമളയും അടക്കമുള്ളവരാണ് ഈ പാർട്ടിയുടെ പുഴുക്കുത്തുകൾ. ഇപ്പോൾ ഈ പാർട്ടി വിട്ട് പുറത്തു പോയവരാണ് പാർട്ടിയിലേക്ക് തിരിച്ചു വരേണ്ടത്. കാരണം അവരുണ്ടെങ്കിലേ ഈ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. അത് പിന്നീട് എങ്ങനെയാകുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ അവരുണ്ടെങ്കിലേ ഈ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. സജി ചെറിയാൻ ഇതേപോലെയുള്ള സജി ചെറിയാനെയും VI മധുസൂദനെയും പോലെയുള്ള കുറേ പേരൊക്കെ ഇനിയും ഈ പാർട്ടിയെ നയിച്ചാൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റഹ്മാൻ്റെയൊക്കെ വർത്തമാനം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. വെല്ലുവിളിയുടെ സ്വരം ഇപ്പോഴും ഉയർത്തുകയാണ്. അധികാരമില്ലാത്ത CPM എന്താണെന്ന് കാണിച്ചു തരുമെന്ന് വെല്ലുവിളിക്കുകയാണ് EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ. ഇതൊന്നും ഇനി ജനം സഹിക്കില്ല. അവരൊക്കെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെയും ഗോവിന്ദനെയും TI മധുസൂദനെയും പോലെയുള്ള നേതാക്കളെയൊന്നും വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്.